ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു തറവാട്ട് കുളമുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് കുളം. ഈ കുളത്തിൽ നിന്ന് നമ്മൾ വെള്ളം കണ്ടവാനം നിറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്തിട്ട്. അപ്പോൾ അതിൽ വെള്ളം നമ്മൾ കുറച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ മീൻ ചാടി വരും. അതിനെ പിടിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഇതാണ് ആ കുളം. അപ്പോൾ ഇതിൽ വാളമീനാണ് കൂടുതലുള്ളത് കേട്ടോ. വാളയാണ് ഇതിൽ വളർത്തുന്നത്. 3-4 കിൻഡിൽ മീനോളം നമ്മൾ ഇതിനൊന്ന് പിടിച്ചു. അപ്പോൾ ബാക്കിയുള്ള മീനുകളാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത്. എന്തായാലും ഒരു കിൻഡിൽ മേലെ മീനുണ്ടെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഈ വെള്ളം നമ്മൾ തുറന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളത്തിൻ്റെ അകത്തൂടെ മീൻ വരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ഇപ്പം മീൻ പിടിക്കാനായിട്ട് മുൻകൈ എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മരുമോളാണ്. ആ പുള്ളിക്കാരത്തി മീൻ പിടിക്കാൻ ഭയങ്കര എക്സ്പെർട്ടാണെന്നാണ് പറയുന്നത്. ആ പുള്ളിക്കാരത്തി മീൻ ഇങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചാലിൽ കൂടെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ കുളമാണ് കേട്ടോ. ഇതൊരു 10 മീറ്റർ സ്ക്വയറാണിത്. എങ്കിലും ഇതിലൊരു 5-6 കിൻഡിലോളം മീൻ വളർത്താവുന്ന സൗകര്യമുള്ള ഒരു കുളമാണ്. ഇതാണ് മെയിൻ മീൻപിടുത്തക്കാരി. ആ നടന്നു വരുന്ന നൈറ്റ് കിട്ടിയ ആൾ നമ്മുടെ ചേട്ടത്തിയാണ്. പുള്ളിക്കാരത്തിയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പയ്യന്മാർ ഇവിടെ വന്നിട്ടുണ്ട് മീൻകുളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. വേഞ്ചാട് ചെരുപ്പൂരുണ്ടാ അടിയിൽ. അപ്പോൾ നമ്മുടെ പയ്യന്മാർ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, നമുക്ക് മീൻ കിട്ടിയിരിക്കുകയാണ്. 2 ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് പിടുത്തം ശരിയില്ല, അതുകൊണ്ടാണ്. നല്ല മീൻ അതായിരിക്കും പോകും. ഒന്നാന്തരം വാളയാണ് കേട്ടോ. അടിപൊളി വാളയാണ്. അങ്ങനെ നമ്മൾ മീൻപിടുത്തം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. 2 മീനെ കിട്ടിയിരിക്കുന്നു. ഒരെണ്ണം എന്തി നമ്മുടെ മുതലാളി പാത്രമായിട്ട് വരുന്നുണ്ട്. ഒരെണ്ണം ഇതിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ മീൻ ഒഴുകി പോകുന്നു. അവിടെ ഉണ്ട്. ചിലപ്പോൾ കയറി വരുമായിരിക്കും. അല്ല, അവിടെ നിന്നോളൂ, അവിടെ തട്ടി നിന്നോളൂ. അവിടെ നെറ്റുണ്ട്. ആ കിട്ടിയ മീനൊക്കെ നീ പോയോ? വീഴ്ത്തല്ലേ. ഗേസ്, അവരെറിഞ്ഞതെല്ലാം മാറിപ്പോയിച്ച് നമ്മൾ മീൻ പറമ്പിൽ നിന്ന് എടുത്തോണ്ട് വരും കേട്ടോ. മീൻ ചാകര ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ കാല് വേറെ കുടുങ്ങി പോടേക്ക്. ഒന്നുണ്ടോ ഈ കല്ല് കാരണം അപ്പൊ നിൽക്കുന്നോടത്ത് 2 വലുത്. അപ്പോണ് നേരം അതാ ഏറ്റവും വലുത്. അതൊരു 1 കിലോയുടെ സച്ചു. അതാ ഇപ്പൊ സജ്ഞാനിട്ട് ഏറ്റവും വരും തോന്നുന്നു. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞു. നമുക്കൊരു 10 കിലോ ഉണ്ടോ? അത് ഒരു 10 കിലോയോളം മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ നല്ല വെട്ടി തേച്ച് കഴുകിയെടുത്ത് നല്ല ഉളുമ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് ജീവൻ പിടിഞ്ഞിട്ടില്ല. നമ്മളിതിനെ ജീവനോടെ നന്നാക്കുവാണ്. നമുക്കിതിന്റെ തല ആവശ്യമില്ല. തല നമുക്ക് വെട്ടിക്കളയാം.
നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. നമ്മുടെ കൂടെ നമ്മൾ കുറച്ച് പയ്യന്മാരുണ്ട്, അപ്പോൾ അവരെയും കൂടെ ഒന്ന് കൂട്ടിയിട്ട് കാര്യങ്ങൾ ഉഷാറാക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കണം. നമ്മളിങ്ങനെ ഉപ്പിട്ട് ശരിക്കും തേച്ച് അതിൻ്റെ വഴുവഴുപ്പും പുളുമ്പും എല്ലാം കൂടെ ഇതേപോലെ തന്നെ നല്ല വെള്ളി പോലെ തന്നെ ഫ്രഷായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് ശരിക്ക് പ്രസ് ചെയ്ത് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ മീനെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മുടെ ഒരു പകുതിയോളം നമ്മൾ കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പകുതിയോളം അതിൽ വലിയ മീൻ നോക്കി എടുത്തിട്ട് നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പ്. നമുക്കിനി ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആക്കിയത് കുറച്ചിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു 2 ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാല ഒന്ന് പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ശരിക്കും മസാലയൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് നമ്മൾക്ക് ഒരു ഉരുളി എടുപ്പാക്കാം. ഉരുളിയിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സുഹൃത്തുക്കളെ, നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇവന്മാരെ ഓരോന്നായിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ എല്ലാം നല്ല ഫ്രൈ ആയിട്ടാണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പറ്റി നമുക്ക് അടുത്ത ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാം ട്രിപ്പും ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഉറപ്പില്ലാത്ത മീനായ കാരണം അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു സംശയമുണ്ട്. നമ്മൾ നിൽക്കുന്നു എടുത്ത് മാറ്റാം. ശകലം പൊടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഉറപ്പില്ലാത്ത മീനായതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഹായ് സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച മീന് നിങ്ങൾ കണ്ടതാണല്ലോ. എല്ലാം വൃത്തിയാക്കി കഴുകി എല്ലാം റെഡിയാക്കി നമ്മളത് ഫ്രൈ ചെയ്ത് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കുറച്ച് പയ്യന്മാരുണ്ട് ഇവിടെ, അവരെ കൂടെ വിളിച്ചിട്ട് നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഇറച്ചിക്ക് അധികം കട്ടിയില്ലാത്ത കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അടിപൊളി. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ നല്ല ടേസ്റ്റ്. അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റുള്ള മീനാണ്. നമ്മളിത് വേസ്റ്റ് ഒന്നും കൊടുക്കാതെ നമ്മൾ സാധാരണ നമ്മൾ നാച്ചുറലായിട്ട് വളർത്തിയ, പുഴയിൽ വളർന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ കുളത്തിൽ വളർത്തിയ നാച്ചുറലായിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫിഷാണ് കേട്ടോ. വാളയാണ്. അടിപൊളി അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ട്.